വിദ്യേ, പട്ടാപ്പകൽ നീ കിടന്ന് ഉറങ്ങുവാണോ? അതൊക്കെ നിൻ്റെ വീട്ടിൽ, ഇവിടെ നടക്കില്ല. തുറക്കടി വാതിൽ. വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് തമ്പുരാട്ടി കിടന്ന് ഉറങ്ങുവാന്നോ? എനിക്ക് വയ്യമ്മേ, 2-3 ദിവസമായിട്ടൊരു നടുവേദന. പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം. ഇതെന്താ ഇത്ര വലിയ കാര്യമാണോ? കല്യാണം കഴിച്ചാൽ പെണ്ണുങ്ങൾ ഗർഭിണിയാകും, പ്രസവിക്കും. ഡോക്ടർ പറഞ്ഞോ ഗർഭിണിയാണെന്ന്? ഇല്ലല്ലോ. അതും പറഞ്ഞ് കയറി കിടക്കുകയാണ് അവൾ. പോയി പണിയെടുക്കടി. എന്തോരം മാറാലേ, അതൊക്കെ ഒന്ന് അടിച്ചെടുക്ക്. കല്യാണം കഴിഞ്ഞ് 3 മാസമായില്ല, അതിനു മുന്നേ അവൾക്ക് ഗർഭം. നിനക്ക് തരാമെന്ന് പറഞ്ഞതൊക്കെ വീട്ടിൽ നിങ്ങൾ കൊണ്ടുപോവാ, എന്നിട്ട് മതി പ്രസവവും വളർത്തലും ഒക്കെ. എന്താടി തുറച്ചു നോക്കുന്നത്? നല്ല ശക്തിയിലാ മാറാല അടിക്കടി, എന്നാലല്ലേ അത് പോകത്തുള്ളൂ. നീ പെട്ടെന്ന് ഈ പണി കഴിഞ്ഞിട്ടേ ആ തുണികളൊക്കെ ഒന്ന് നനച്ചിട്. വാഷിംഗ് മെഷീനിലൊന്നും നനയ്ക്കേണ്ട, കൈ കൊണ്ട് നനച്ചാൽ മതി. നല്ല മഴ വരുന്നുണ്ട്. ആ ഹലോ ഏട്ടാ, ഞാനാ. എന്താടി? എനിക്കൊരു സംശയം. നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ? എന്താടി, വിശേഷമുണ്ടോ? രാവിലെ തന്നെ എന്നോട് പറയണ്ടേ? ഞാനൊന്ന് ലീവാക്കായിരുന്നു. നീ വേഗം ഒരുങ്ങിക്കോ, ഞാനിപ്പോൾ തന്നെ വരാം. നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. ആ ശരി ഏട്ടാ. വിദ്യേ, വരുന്നമ്മേ. ആരാ ഈ നേരത്ത് ഫോൺ വിളിക്കണേ? ഗിരീഷാണല്ലോ. ഹലോ, എന്താടാ? അമ്മ, ഒരു സന്തോഷ വാർത്ത. വിദ്യയ്ക്ക് വിശേഷമുണ്ടെന്ന്. അതിനെന്താ ഇപ്പം ഇത്ര സന്തോഷിക്കാൻ? പെണ്ണുങ്ങളായ പ്രസവിക്കും, അത്ര തന്നെ. എൻ്റെ കുഴമ്പ് അങ്ങ് തീർന്നു, മറക്കണ്ട. എടി, നീ വിളിച്ചു പറഞ്ഞു. ഇത്ര നേരമായിട്ട് തുണി നനച്ചിട്ടില്ല കുട്ടി? ലാരണ ഇഴയുന്ന പോലെ. അപ്പുറത്തെ ലളിതയുടെ മരുമോള് പറന്നിട്ടാണ് പണിയെടുക്കണത്. എനിക്ക് കിട്ടിയ ഒരെണ്ണം. തല വിധി അല്ലാതെന്താ? സിറ്റ് ഔട്ട് മൊത്തം പൊടിയാ. ഞാൻ രാവിലെ തൂത്തതാമേ. ഇങ്ങനെയാണോ തൂക്കണേ? അവളുടെ തള്ളെ പറഞ്ഞാൽ മതി. അവളെ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറി വന്നപ്പോൾ തൊട്ട് എനിക്ക് കാലുവേദനയാണ്. എന്താ മോളെ? അമ്മ, ഒരു സന്തോഷ വാർത്തയുണ്ട്. രാവിലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നു. പോസിറ്റീവാണ്. അമ്മ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നൂന്ന്. അതെയോ മോളെ? അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു. ഇത്ര നേർച്ച നേർന്നതാണെന്നറിയോ? ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം മോളെ. മോള് പണിയൊന്നും എടുക്കണ്ട കേട്ടോ. മോൾക്ക് എന്താ ഞാൻ കൊണ്ടുവരേണ്ടേ? മാങ്ങയോ? മാങ്ങയുടെ സീസൺ അല്ലല്ലോ മോളെ. ഞാൻ 2 കിലോ റംബൂട്ടാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, പോരെ? ഞാൻ അവനോടൊന്ന് വിളിച്ചു പറയട്ടെ മോളെ. പെട്ടെന്ന് വരാൻ പറയാം. തമ്പുരാട്ടി തൂത്തു തുടങ്ങിയതേ ഉള്ളോ? ഒന്ന് മെയ്യ് അനങ്ങി പണി ചെയ്യടി. മനസ്സിന് സന്തോഷം വരുമ്പോൾ മഴ വരും, സത്യം. മോനെ, ഒരു സന്തോഷ വാർത്ത. നീ മാമനാകാൻ പോകുന്നൂന്ന്. അനു വിളിച്ചിരുന്നു. നമുക്കൊന്ന് കാണാൻ പോകണ്ട മോനെ? നീ ഇന്ന് വേഗം ഇങ്ങ് വാ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ. ഹലോ, എന്താടാ നീ ഒന്നും മിണ്ടാത്ത? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അമ്മയുടെ മരുമോൾക്ക് വിശേഷമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സന്തോഷമൊന്നും കണ്ടില്ലല്ലോ അമ്മേ. അപ്പോൾ മകൻ്റെ കുഞ്ഞു വേറെ, മകളുടെ കുഞ്ഞു വേറെ അല്ലേ? എന്തോന്നാടാ പറന്ന് പറയുന്നേ? വേഗം വരാൻ നോക്കടാ. അമ്മ ഒരു കാര്യം ചെയ്യേ, ഒരു ഓട്ടോ വിളിച്ചങ്ങ് വിട്ടോ മകളെ കാണാൻ. ഇനി ഒരു കാര്യത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട. കാണുകയോ കൊടുക്കുകയോ എന്താച്ചാ ചെയ്തോ. വെച്ചോവൻ. വിദ്യേ, എവിടെ അവള് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവനെ എന്നെയും തെറ്റിച്ചു. ഇനി നിനക്ക് സമാധാനം ഉണ്ടാക്കി തരാടി ഞാൻ. ആരടി അയാള്? അമ്മ, പാമ്പ്, ഓടി വാ. എവിടെ? ദേ